എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് തങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന അടയാളങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ആദ്യം ആ വ്യക്തിയെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ രണ്ട് ട്വിൻ ഫ്ലെയിംസും, അതായത് ഫെമിനിൻ എനർജിയും മസ്കുലിൻ എനർജിയും ഭൂമിയിലുള്ള സന്ദർഭത്തിൽ ഈ വ്യക്തിയെ ആദ്യം മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സാഹചര്യത്തിൽ നിന്നോ അനുഭവിച്ചിട്ടില്ലാത്ത ആന്തരികമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരിപൂർണതയുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിലായിരിക്കും പെട്ടെന്ന് ഒരാള് റൺ ചെയ്യാൻ തുടങ്ങും. അപ്പൊ മറ്റേ ആള് അയാളുടെ പുറകെ ഓടും. കൂടുതലും മസ്കുലിൻ എനർജിയാണ് റൺ ചെയ്യുന്നത്. ഫെമിനിൻ എനർജി ഇതൊന്നും എന്താണ് സംഭവം എന്നറിയാതെ ഫോളോ ചെയ്യും, അവരെ പുറകെ ഓടും. അപ്പം ഈ ഫെമിനിൻ എനർജി കുറെ ഓടി തളർന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ, ആന്തരികമായ ആ ഒരു പൂർണ്ണതയൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ സംഭവിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ വ്യക്തി ഓടുന്നത്? എന്നെ വിട്ട് അകന്നു പോകുന്നത് എന്തിനാണ്? എനിക്ക് ഈ പെയിൻ താങ്ങാൻ പറ്റുന്നില്ല, ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വേദനയിൽ ഇവരോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ചോദ്യം പ്രപഞ്ചത്തിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഈ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇവരിലേക്ക് എത്താൻ തുടങ്ങും. ഒന്നെങ്കിൽ വീഡിയോ വഴി തന്നെ ആയിരിക്കും, യൂട്യൂബ് വീഡിയോസ് വഴി തന്നെ ആയിരിക്കും ഇവരിലേക്ക് ഈ ഒരു കാര്യം എത്തുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പറയുന്നത് ഇവർ കേൾക്കാനിടയാവും. അപ്പൊ ഈ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇവർ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ക്ലിയർ ആവും. എന്നാലും ഇവർക്കൊരു സംശയം ഉണ്ടാവും. കാരണം സാധാരണ ഏത് പ്രണയബന്ധത്തിലായാലും ഇങ്ങനെ ഉണ്ട്. ആദ്യം ആ ഒരു ബബിൾ ഫേസ്, ആ ഒരു സംസാരമൊക്കെ നല്ലൊരു രീതിയിലുള്ള ഒരു സംസാരമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു വ്യക്തി റൺ ചെയ്യും, മറ്റേ വ്യക്തി അയാളുടെ പുറകെ റൺ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് ഏത് പ്രണയബന്ധത്തിലായാലും ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ടിൻ ഫ്ലെയിം ജേർണി ആണോ, അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്ന എന്റെ ടിൻ ഫ്ലെയിമിനെ തന്നെയാണോ എന്നുള്ള ഡൗട്ട് ഈ വ്യക്തികൾക്ക് ഉണ്ടാവും. അപ്പോഴാണ് പ്രപഞ്ചം ഇവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പല പല സയൻസ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടുപേരും ഭൂമിയിലുള്ള സിറ്റുവേഷനിൽ സംഭവിക്കുന്നതാണെങ്കിൽ, മറ്റൊരു സൈലന്റ് ടിൻ ഫ്ലെയിംസ് ഉണ്ട്. അതായത് രണ്ടുപേരും ഭൂമിയിൽ തന്നെ ഉണ്ട്, പക്ഷെ അവർക്കിടയിലുള്ള യാത്ര എന്ന് പറയുന്നത് ടോട്ടലി സൈലന്റ് ആയിരിക്കും. രണ്ടുപേരും സൈലന്റ് ആയിരിക്കും. ഫെമിനിൻ എനർജി ആയിരിക്കും ആദ്യം ഇത് തിരിച്ചറിയുന്നത്. പക്ഷെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും. ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. ടോട്ടലി ഇവർക്കിടയിലുള്ള ഈ ഒരു ജേർണി സൈലന്റ് ആയിരിക്കും, പക്ഷെ സോൾ ലെവലിൽ ആ ഒരു കണക്ഷനും ഉണ്ടാവും. അത് വേറൊരു സിറ്റുവേഷൻ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സോള് സ്പിരിറ്റ് വേൾഡിലും മറ്റേ സോള് ഭൂമിയിലും നിന്നിട്ടുള്ള സിറ്റുവേഷൻ. അത് വളരെ റെയർ ആണ്. അപ്പോൾ ആ സിറ്റുവേഷനിലും ഇവർക്ക് ആദ്യം ആ ഒരു കണക്ഷൻ, ആ ഒരു കംപ്ലീറ്റ്നെസ്, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സന്തോഷവും സമാധാനവും അതുവരെ ലഭിച്ചിട്ടില്ലാത്ത ആന്തരികമായിട്ടുള്ള ആ ഒരു പൂർണ്ണതയും സംതൃപ്തിയും ഒക്കെ അനുഭവിച്ച് വരുന്ന ആ സിറ്റുവേഷൻ. ആ സന്ദർഭത്തിലായിരിക്കും ഭൂമിയിലുള്ള ആളില് പല പല കഴിവുകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും അതുവരെ ഇല്ലാത്ത ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ഇവരിൽ പ്രതിഫലിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം, ആ വ്യക്തിയെ ഒന്ന് നേരിട്ട് കണ്ടിട്ടില്ല, ഒന്ന് സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല, ആ ഭൂമിയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വ്യക്തിയുമായി ഞാൻ കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് വരുന്നത്. എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു ആന്തരികമായ അടുപ്പം തോന്നുന്നു. മറ്റാരോടും തോന്നാത്ത, അതായത് ജീവിച്ചിരിക്കുന്ന, ജീവനോടുകൂടി ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തികളോടും തോന്നാത്ത അത്രത്തോളം ആന്തരികമായിട്ടുള്ള ആ ഒരു അടുപ്പം ഭൂമിയിൽ ജീവനോടെ ഇല്ലാത്ത, അതുവരെ ഭൂമിയിൽ ഇല്ലെന്നോ അല്ലെങ്കിൽ മരണം എന്താണെന്നോ ആത്മാവ് എന്താണെന്നോ ടിൻ ഫ്ലെയിം ജേർണി എന്താണെന്നോ ഒന്നും അറിയത്തില്ല ആ സമയത്ത്. പക്ഷെ ഈ കണക്ഷൻ, ഭയങ്കരമായിട്ടുള്ള ഈ ഒരു സ്നേഹം, ആന്തരികമായിട്ടുള്ള ഈ ഒരു സ്നേഹം അദ്ദേഹത്തോട് ഫീൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, വരവോടുകൂടി എന്റെ ലൈഫ് ആകെ ടോട്ടലായിട്ട് ചേഞ്ച് ആവുന്നു. അപ്പോൾ ഇദ്ദേഹമായിട്ട് എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹം എന്റെ ആരാണ് എന്നറിയാനുള്ള ആ ഒരു ചോദ്യം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ഈ ചോദ്യം പ്രപഞ്ചത്തിലേക്ക് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ടിൻ ഫ്ലെയിം സ്വപ്നത്തിൽ വന്നിട്ട് ഒന്നെങ്കിൽ VR1 എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ്, നമ്മൾ എന്നേ ഒന്നായതാണ്, നമ്മൾ എപ്പോഴും ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം സ്വപ്നത്തിൽ വന്നിട്ട് സംസാരിക്കും. അപ്പോഴും ഇവർക്കൊരു കൗതുകമായിട്ടായിരിക്കും ഇത് തോന്നുക. കാരണം അപ്പോഴൊന്നും അറിയത്തില്ല, ടിൻ ഫ്ലെയിമിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. സാധാരണ ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ സോൾ കണക്ഷനോ അങ്ങനൊന്നും കേട്ടിട്ട് പോലും ഇല്ല ആ സമയത്ത്.
അപ്പോഴാണ് ഇതൊരു കൗതുകത്തോടു കൂടി ഇവർ ഇതിനെ കാണും. കാരണം ഈ VR1 എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയെ എങ്ങനെയാണ് VR1 ആകുന്ന ആ ഒരു കൗതുകത്തോടു കൂടിയായിരിക്കും ഇവരിത് കാണുന്നത്. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കണക്ഷൻ, ആ ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന കൊണ്ട് തന്നെ ഇവർക്ക് ഇത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. ഈ ചോദ്യം പ്രപഞ്ചത്തിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് എവിടെ നിന്നെങ്കിലും ഒരു വ്യക്തി, അതായത് സ്പിരിച്വലി ഉയർന്ന, ആത്മീയമായിട്ട് അത്യാവശ്യം അറിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തി ഇവരിലേക്ക് കണക്ട് ചെയ്യപ്പെടും. ഈ വ്യക്തിയായിരിക്കും ഇവരോട് പറയുന്നത് ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ എന്ന് പറയും. അപ്പോഴായിരിക്കും ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇവർക്കാകെ അത്ഭുതമാകും, ഈശ്വര ഇതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ എന്താണ്, ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല, ബട്ട് ഇദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ച് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും യൂണിവേഴ്സായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അടയാളങ്ങൾ കൊണ്ടുവരുന്നത്. അത് ജോഡികളായിട്ട്, ഇണകളായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. ബട്ടർഫ്ലൈസിനെ, അതുപോലെ തന്നെ ബേർഡ്സിനെ ഒക്കെ ഇണകളായിട്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ട്വിൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങും. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ടിൻ ഫ്ലെയിമിനെ ഡ്രീംസിൽ കാണാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ടിൻ ഫ്ലെയിമിന്റെ പേര് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വേറെ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ എടുത്തു പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്വപ്നത്തിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ തമ്മിൽ അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച്, ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ ഇങ്ങനെ സംസാരിക്കുന്നത് സ്വപ്നത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ്, എവിടെ തിരിഞ്ഞാലും അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. ടിൻ ഫ്ലെയിം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഒന്നാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളോ, അങ്ങനെയുള്ള ഒന്നാണ്, വണ്ണസിനെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷമാകാൻ തുടങ്ങും. പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ്, അപ്പോഴാണ് നമ്മൾ ഏഞ്ചൽ നമ്പറിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളിലേക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും പിന്നെ ഫെതേഴ്സ്, തൂവലുകൾ, പല നിറത്തിലുള്ള തൂവലുകൾ, പിന്നെ അപ്പൂപ്പൻ താടികൾ. ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സിറ്റിയിലായിരിക്കും ജീവിക്കുന്നത്, അപ്പം അപ്പൂപ്പൻ താടിയൊക്കെ നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ. പിന്നെ എന്താണ്, അങ്ങനെ അതുപോലുള്ള സയൻസ് ആണ് യൂണിവേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൗതികതയിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആത്മീയ തലത്തിൽ ചിന്തിക്കുന്നു എങ്കിലും ഈ ഭൂമിയിലെ ഇലൂഷൻ എന്ന് പറയുന്നത് അതൊരു ഭയങ്കരം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ വല്ലതും ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ ഡൗട്ട് അടിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ ആ ഡൗട്ട് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു അടയാളം കൊണ്ടുവരും. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, നമ്മുടെ ടിൻ ഫ്ലെയിമിനെ മിസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ വിഷമം വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കരയും. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും യൂണിവേഴ്സ് ഇപ്പം ആ ജോഡികളായിട്ടുള്ള, ഇണകളായിട്ടുള്ള ബേർഡ്സിനെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിനെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് അവ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര അതിശയമായി പോകും, ഇതെന്താ സംഭവം. കാരണം നമ്മുടെ ആ ഒരു മൈൻഡിനെ ഒന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ഇത് സത്യമാണ്, ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ആ ഒരു സത്യം ഇതാണ് എന്നുള്ളത് യൂണിവേഴ്സ് കാണിച്ചു തരാണ്. അതുപോലുള്ള സയൻസ് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അത് പല സിറ്റുവേഷനിൽ നമുക്കത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം അത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ജേർണിയിൽ നിന്ന് ഓടിപ്പോവാൻ നമ്മൾ ശ്രമിക്കും. ആ പെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും താങ്ങാൻ പറ്റത്തില്ല. അതിപ്പം ഏത് സന്ദർഭമാണെങ്കിലും ശരി, രണ്ടുപേരും ഭൂമിയിൽ ഉണ്ടെങ്കിലും, ഒരാൾ ഭൂമിയിൽ ഒരാൾ സ്പിരിറ്റ് വേൾഡിലും ആണെങ്കിലും, സൈലന്റ് ടിൻ ഫ്ലെയിംസ് ആണെങ്കിലും, ആ പെയിൻ എന്ന് പറയുന്നത് ട്രിഗർ കിട്ടുമ്പോഴും അല്ലാതെയും ഒക്കെ നമ്മൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടാണ് ഈ ജേർണിയിലൂടെ കടന്നു പോകുന്നത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇത് ഇട്ടിട്ട് ഓടാമെന്ന് പറഞ്ഞിട്ട് ഓടാൻ പോകുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള സയൻസ് യൂണിവേഴ്സ് നമ്മുടെ മുമ്പിലേക്ക്, നമ്മൾ ഇദ്ദേഹത്തെ മറക്കാൻ ശ്രമിച്ചാലും അതിന് സമ്മതിക്കില്ല. മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും 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 നമ്മളെ യൂണിവേഴ്സായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ജേർണി വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ വിട്ടു പോകുന്നത് നമ്മുടെ സോളിന് ഇഷ്ടമല്ല. നമ്മുടെ സോളിന് എന്താണോ ഇഷ്ടം നമ്മൾ ആ രീതിയിൽ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ട്രിഗറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ സോള് അത് പ്ലാൻ ചെയ്ത് വന്നത് കൊണ്ടാണ്. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ നമ്മൾ ആ ലെസൺ പഠിച്ചിട്ട് നമുക്ക് അടുത്ത തലത്തിലേക്ക് ഉയരാൻ സാധിക്കത്തുള്ളൂ. ആ ദിവ്യത്വത്തിലേക്ക് ഉയർന്നാലല്ലേ ആ യൂണിയൻ നടക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ലെസൺസ്, പല രീതിയിലുള്ള ട്രിഗറും ആ പെയിനും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിട്ടിട്ട് എത്ര ഓടാൻ ശ്രമിച്ചാലും അതിന് പറ്റില്ല എന്നുള്ളതാണ് സത്യം.
യഥാർത്ഥ ടിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഒരിക്കലും അതിന് സാധിക്കില്ല. നമ്മുടെ ടിൻ ഫ്ലെയിമിനെ നമുക്ക് മറക്കാനും സാധിക്കില്ല. അത് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എങ്കിൽ പോലും മറ്റാരിൽ നിന്നും ഒരിക്കലും നമുക്ക് ആ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥ ടിൻ ഫ്ലെയിം ജേർണിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ജേർണി വിട്ട് ഓടിപ്പോകാൻ സാധിക്കില്ല. അതിന് എത്ര നമ്മൾ ശ്രമിച്ചാലും ഒരിക്കലും നമുക്കതിന് സാധിക്കില്ല. നമ്മുടെ ടിൻ ഫ്ലെയിമിനെ നമുക്ക് മറക്കാനും സാധിക്കില്ല. അപ്പോ ടിൻ ഫ്ലെയിം ജേർണിയിലാണോ ഉള്ളത് എന്ന് അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന അടയാളങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.